Hello guys, welcome back to my YouTube channel Cute Psychos. അപ്പൊ ഇന്ന് നമ്മ വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ്. ഒരു തിരിച്ചുവരവിന്റെ കഥ. നമ്മടെ ലാലേട്ടന്റെ തിരിച്ചുവരവിന്റെ കഥ. തുടരും പടം ഞാൻ ഇന്ന് പോയി കണ്ടു. ഇന്നിപ്പോ യു ഗൈസ് മേ ബി നോയിങ് അസ്ലാം അലി. ഞാൻ അസ്ലാം അലിയുടെ മോം, എൻ്റെ മോം, പിന്നെ എൻ്റെ ആൻറ്റി, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇന്ന് സിനിമക്ക് പോയി തുടരും കാണാൻ. ഓ മാൻ, വാട്ട് എ കം ബാക്ക്. വേറെ ഒന്നും പറയാനില്ല. ലാലേട്ടൻ പറയട്ടെ, ഒടിയിട്ടിയ ആളാണ് ലാലേട്ടൻ. അതിന് ശേഷം തൊട്ട് ലാലേട്ടൻ്റെ പടങ്ങളും മറ്റേ ലാലേട്ടനെ കൊണ്ട് ഇനി അഭിനയിക്കാൻ പറ്റും, ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ എന്തെങ്ങനെ. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിരല് വരെ അഭിനയിക്കണ നടനാന്നാ പറയാ. ആ ലാലേട്ടന്റെ ആ വിരല് വരെ അഭിനയിക്കണ അഭിനയം അത് ഞങ്ങൾ ഇന്ന് കണ്ട്. ലൈക്ക് ഇതേ പറയുമ്പോ രോമാഞ്ചടിച്ച് കയറുന്ന സീന ഇന്ന് കണ്ടു മാൻ. എന്താണ് ലാലേട്ടന്റെ മറ്റേ കണ്ണു ആ ഒരു പറയാന്ന് വെച്ചാൽ കുറെ ഉണ്ട് പറയാൻ, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയി പറയാനും പറ്റില്ല. പക്ഷെ ഉണ്ടല്ലോ ആ സാധനന്റെ പൊനോ, നമുക്ക് തുടക്കം തൊട്ടങ്ങ് തുടങ്ങാം. ഞാൻ ഇതിൽ ഒരു കാര്യം പറഞ്ഞു, ലാലേട്ടന്റെ ഫാൻ ബോയ് തരുൺ മൂർത്തി. ദിസ് ഈസ് വാട്ട് ഫാൻ ബോയ് ഡസ് മാൻ. ഫാൻ ബോയ് മൂവ്മെന്റ് എന്നൊക്കെ പറയാം. ആ ഫാൻ ബോയ് ലാലേട്ടനെ വെച്ച് എടുത്ത ഒരു കിഡിലോസ്കി പടം. വേറെ ഒന്നും പറയാനില്ല. വേറെ കുറെ ഫാൻ ബോയ്കൾ എടുത്ത കുറെ പടങ്ങൾ ഇപ്പൊ റീസെന്റ് ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ആ റിവ്യൂ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ അവിടെ എവിടെയെങ്കിലൊക്കെ ലിങ്ക് ഉണ്ടാവും, ഇട്ട് കണ്ടാൽ മതി. ഓക്കെ. ഐ ഡോണ്ട് നോ മാൻ, പണി അറിയാവുന്ന ഒരു ഡയറക്ടർ. അതും ലൈക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹിം ഫസ്റ്റ്. തരുൺ മൂർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും തരും ആരാ, അങ്ങനെ ആരും വിചാരിക്കരുത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക, ഈ രണ്ടാമതിന്റെ ഡയറക്ടറും റൈറ്ററും ആൾ തന്നെയാണ്. ആൻഡ് ദീസ് ടു മൂവീസ് ആർ കിഡിലോസ്കി. അതിന്റെ ഒപ്പം പുതിയൊരു സാധനം തുടരും മോനെ. ലാസ്റ്റ് ടൈറ്റിൽ ചെയ്ത മറ്റേ സാധനം ഉണ്ട്, മോഹൻലാൽ തുടരും. ഹീസ് ബാക്ക് മാൻ. ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ ലാലേട്ടൻ അതാണ്. ഞങ്ങളെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഞങ്ങളെ ലാലേട്ടന്റെ അഭിനയം, ഞങ്ങളെ ലാലേട്ടനുള്ള ഡയലോഗ്സ്, ദ വേ ഹൗ ഹി ഡെലിവേഴ്സ് തിങ്സ്, ദ വേ വിത്തൗട്ട് ഡയലോഗ്സ് ഓൾസോ. ഈ കണ്ണും ആളുടെ ഒരു ഇത് വെച്ചിട്ട് ആ ഇമോഷൻസ് നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കണ ആ ലാലേട്ടനില്ല. അതിനെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് ഞങ്ങൾക്ക് കിട്ടി. സോറി, അതിങ്ങനെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഇതാക്കണ പോലെ. പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ലാലേട്ടൻ ശോഭന ലൈക്ക് കൊള്ളാം, നൈസായിരുന്നു. ശോഭനക്ക് പിന്നെ കൂടുതലും കറക്റ്റ് ആളുടെ ആ തമിഴ് ആ ഒരു സ്ലാങ്ങോ സാധനമൊക്കെ കൊടുത്തുകൊണ്ട് കുറച്ചും കൂടി രസമായി. വേറെ ആളെ കൊണ്ട് ഡബ് ചെയ്യുന്നുണ്ട് ഓൺ വോയിസിൽ ശോഭന, അത് അടിപൊളിയായിരുന്നു. പിന്നെ പ്രൊഡ്യൂസർ എം രഞ്ജിത്ത്. ആ പ്രൊഡ്യൂസറിൻ്റെതായിട്ടുള്ള ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇതിനേലും ഭയങ്കര വലിയ ബിഗ് ബഡ്ജറ്റ് ഒരു പടം നമുക്ക് കണ്ടായിരുന്നു. അതിൽ അത്ര കാശ് കൊടുത്തിട്ട് അവർ എന്തുടുത്ത് അങ്ങ് കാട്ടിക്കൂട്ടിയെന്ന് നമ്മൾ ഒരു മിനിറ്റ് ആലോചിച്ച്. ഇത് അതിന്റെ പകുതി കാശായിട്ടുണ്ടാവുള്ളൂ ഇതിന്റെ പ്രൊഡക്ഷന്. പക്ഷേ എന്താക്കിക്കണ അതില് മറ്റേ പ്രളയൊക്കെ കാണിക്കണ ഒരു സീനുണ്ട്. എൻ്റെ പൊന്നു ബ്രോ, അവിടെ എനിക്ക് പറയാൻ വയ്യ. ദ വില്ലൻ പ്രകാശ് വർമ്മ എന്നാണ് വില്ലൻ കരീം. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വോഡാഫോണിന്റെ സൂസ് നോക്കില്ല, അതിന്റെ ഒക്കെ ഡയറക്ടർ ആയിരുന്നു ആള്. കുറെ ആഡ് ഫിലിംസ് അങ്ങനെയൊക്കെ ചെയ്യണ ഒരു ആഡ് ഡയറക്ടറാണ്. ഓക്കെ. ആൻഡ് ദിസ് ഗൈ വി ഗോട്ട് എ ക്രേസി സൈക്കോ വില്ലൻ. എന്റെ മോനെ, സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞ തുടക്കം നമ്മള് ഇതിന്റെ പടത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഇയാളെ കാണുമ്പോൾ എന്ത് കൂൾ ക്യൂട്ട് കോപ്പ് എന്നുള്ളൊരു സാധനമാണ് നമുക്ക് മൈൻഡിൽ വരാം. ഫുൾ ഒരു ചിരി മനുഷ്യൻ.
പിന്നെ പടകിനെ പോയി പോയി കുറച്ചെത്തുമ്പത്തിന് നമുക്ക് എവിടെ ചിരിയെ കാണാൻ പറ്റില്ല മോന്തങ്ങനെ ഒരക്കാൻ തോന്നുന്നതിന് മൂടിക്ക് എത്തിക്കീടാവും. ആൻഡ് ദിസ് ഗൈ ഹാവ് ഡൺ റിയലി ബ്യൂട്ടിഫുൾ മാൻ. കിഡിലനാക്കി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പപ്പുചാറിന്റെ മകൻ ബിനു പപ്പു, ആള് അതെ ചുമ്മാ പൊളിച്ചിട്ടുണ്ട്. ലിറ്ററലി അങ്ങനെ നമുക്ക് പേരെടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. തോമസ് മാത്യു, നമ്മളെ ആനന്ദം ഫെയിം തോമസ് മാത്യു, അവൻ കിഡിലനാക്കിയിട്ടുണ്ട്. പിന്നെ ശോഭനയാണെങ്കിലും എനിക്കെന്തോ അത്ര അങ്ങോട്ട് ഒരു ഇതായില്ലെങ്കിലും എന്തോ ഐ ഡോണ്ട് നോ, നമ്മൾ പഴയ ശോഭനയുടെ അഭിനയവും അതൊക്കെ പോയിക്കണു, വയസ്സായിരിക്കണു എന്തേന്ന് തോന്നുന്നുണ്ട് എന്തോ. ബട്ട് കിടിലനായിരുന്നു. അതേപോലെ തന്നെ ലാലേട്ടന്റെ മോളായി അഭിനയിച്ച അമൃതവർഷിനി, അവളും അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റ് വേണ്ട ഒന്നുമില്ല, കട്ട് അതിലുള്ള എല്ലാവരും ഇപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞുതരാം, നമ്മളെ ഫഹദ് ഫാസിലിന്റെ അനിയൻ ഫർഹാൻ ഫാസിൽ, അവനും നന്നായി ചെയ്തിട്ടുണ്ട്. അവന്റെ റോള് ഉള്ളതാണെങ്കിലും ആ ഒരു രസത്തിൽ അവനവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ രോമാഞ്ചം ഫെയിം മറ്റേ ഒതളങ്ങിയിലൊക്കെ ഉണ്ടായിരുന്നു ചെക്ക. അവന്റെ പേര് എനിക്ക് ലിറ്ററലി എനിക്ക് അവന്റെ പേര് കിട്ടണില്ല. എബിൻ ബിനോ എന്ന് തോന്നുന്നുണ്ട്. എബിൻ ബിനോ അവൻ നൈസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവൻ കുറച്ചോളെങ്കിലും. പിന്നെ നമ്മളെ വരവ് റീച്ചഡ് ആവുന്നുണ്ട് അമൽ ഡേവിസ്, നമ്മുടെ സ്വന്തം സംഗീത്. അവൻ വന്ന് അറിയാലോ എല്ലാ പടത്തിലും അവൻ വന്നു കഴിഞ്ഞാൽ വരവറിയിക്കണ സാധനമാണ്. അത് കറക്റ്റ് ആവുള്ള ആ ഒരു ടൈം ഫുൾ കിഡിലോസ്കി ആയിരുന്നു, വെറും മൂഡായിരുന്നു. പിന്നെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാജി കുമാർ ദ സിനിമാറ്റോഗ്രാഫർ കിഡിലനാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മ്യൂസിക് ജെയ്ക്സ് ബിജോയ് പണി അറിയണ പണിക്കാരൊക്കെ കൂടി ഒരുമിച്ച് അങ്ങോട്ട് വന്നിട്ട് സാധനം സെറ്റ് ചെയ്ത് നമ്മുടെ ലാലേട്ടൻ, ഞാൻ വീണ്ടും പറയുന്നു, ദിസ് ഈസ് വാട്ട് വി വാണ്ട് ആസ് എ ലാലേട്ടൻ ഫാൻ. ഇതാണ് നമുക്ക് ആവശ്യം. ഞാൻ ഭയങ്കര തൃപ്തനാണ് ഈ പടം കണ്ടിട്ട്. എമ്പുരാൻ കണ്ടിട്ട് ആലോചിക്കാൻ തന്നെ വയ്യ. എമ്പുരാൻ കണ്ടിട്ട് നമ്മളിപ്പോൾ ഇത് വന്ന് കാണുമ്പോൾ പറഞ്ഞാൽ ദിസ് ഈസ് വാട്ട് ലാലേട്ടൻ ഈസ് മാൻ. ഇതാണ് ലാലേട്ടൻ. ലാലേട്ടനെ കൊണ്ട് ഇങ്ങനെയാണ് അഭിനയിപ്പിക്കല് സോറി, ലാലേട്ടനെ ഇങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യിപ്പിക്കുക അഭിനയിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹീ ക്യാൻ ലൈക്ക് അവിടെ ഒരു കണ്ണിൻ്റെ ഇത് ഇവിടുന്ന് ഒരു പോലീസ് സ്റ്റേഷൻ സീനിൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ലൈക്ക് ലിറ്ററലി എന്താ പറയാ, ലാലേട്ടൻ എന്താ കംപ്ലീറ്റ് ഹീറോ. മാൻ, ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ്. കിഡിലോസ്കി ആയിരുന്നു, വേറെ ഒന്നും പറയാനില്ല. ഇത്ര അടിപൊളി ഒരു പടം എനിക്ക് ഭയങ്കര ഇഷ്ടാവാന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമായി. ഇപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളെ ലൈറ്റ് ഓഫായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, കുറച്ചല്ലേ ലൈറ്റിങ്ങിന്റെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. സോ അതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ എന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഗൈസ്. അതൊന്നുമല്ല, നമുക്കിപ്പോ വേറെ ഇതൊരു കാര്യം. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവള് ലൈക്ക് ഒരു ചെറിയ വീട്ടിലുള്ള പരിപാടി, ഇങ്ങനെ വീട്ടിലിരുന്ന് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണ പോലെ തന്നെ അവള് ഈ ക്രോഷേറ്റ് ബാഗ്സ് ആക്സസറീസ്. ക്രോഷേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഈ നിറ്റിംഗ് ഒക്കെ പോലെ തന്നെ കുറച്ചും കൂടി വലിയ പരിപാടിയാണ്. നമുക്ക് ക്രോഷേറ്റ് ബാഗ്സ് ആൻഡ് ആക്സസറീസിന്റെ ഒരു പരിപാടി അവള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവള് നമുക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റായിട്ട് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അവള് തന്നെ ഹാൻഡ് മെയ്ഡ് ചെയ്തത്. അപ്പൊ അവളുടെ ഇതെന്ന് പറഞ്ഞാൽ കെട്ട് എന്നാണ് അവളുടെ ഇതിന്റെ പേര്. ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഞാൻ ലിങ്ക് ഒക്കെ ബയോയിൽ ഇടാം, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. അവള് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ബാഗ്സ് ആക്സസറീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഇതിപ്പോൾ അവൾ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു ഇതാണ്. ലൈക്ക് കൊളാബ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. നമുക്ക് നോക്കാം എന്താന്ന്. ഓക്കെ, ഇത് എന്തായാലും ബ്രേസ്ലെറ്റ് ആണ്. നമുക്ക് തുറന്നിട്ട് സംഭവം എങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ളത് പറയാം. നൈസ്.
വൻ പാക്കിംഗ് ആട്ടോ. അപ്പൊ വീണ്ടും നിങ്ങൾ ഓർക്കണം, കെട്ട് അതാണ് പേര്. കെട്ടായോണ്ട് തന്നെ ഒരു ലോഡ് കെട്ടുണ്ട്. സോ യാ, ദിസ് ഈസ് ദ തിങ്. അയ്യോ കയ്യിലെണ്ണേലും മുന്നേ ഗ്യാസ്. ഇതാണ് അവള് ഉണ്ടാക്കിക്കണത്. ഞാൻ ഇതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്നില്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ ആക്കിയിടാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അപ്പോൾ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അറിയാലോ, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേര് ക്യൂട്ട് സൈക്കോ എന്നാണ്. ഞാൻ ലിങ്ക് ഇടാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ ഒപ്പം ഒരു ഫോളോ റിക്വസ്റ്റ് കിട്ടും. ഒരു വഴിക്ക് പോവല്ലേ എന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് സംഭവം. ആൻഡ് യാ മാൻ, ഇറ്റ്സ് ടു ഗുഡ്. ലൈക്ക് നല്ല രസമുണ്ട്. ഒരാളുടെ കഷ്ടപ്പെട്ട് അവർ ഉണ്ടാക്കിയ ഒരു സംഭവം ഇട്ടത്. ആൻഡ് ഇറ്റ് ഈസ് റിയലി ഗുഡ്. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡ് ബ്രേസ്ലെറ്റ്സ്, ബാഗ്സ് അങ്ങനെ ആക്സസറീസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഗോ ചെക്ക് ഹെർ പേജ് ഓൾസോ. ഞാൻ ഒക്കെ നമ്മളെ ബയോയിലിടാം, ലിങ്കിൽ, ബയോയിലല്ല ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്ക്. നിങ്ങൾ ഓർഡർ ചെയ്ത് ഓരോന്ന് വാങ്ങി കയ്യിൽ വെക്ക്. ഇതൊക്കെ രസമല്ലേ? ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഒരു ലക്ഷങ്ങൾ കൊടുത്ത് ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങണേലും വൻ അടിപൊളി ലൈക്ക് ഫിനിഷിങ്ങും നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിവേ, താങ്ക് യു സോ മച്ച് കെട്ട് ഫോർ ദിസ്. ആൻഡ് യാ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ ഓരോ റിവ്യൂസ്, അതിൽ റിവ്യൂ ഇൻ ദ സെൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ please do tell me so that I can change, I can like improve and bring a better version of me on to all of you. Okay, പിന്നെ അതല്ലാണ്ട് നമ്മൾ ഒരു വേടൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അത് നമ്മൾ ഇടുന്നതാണ് ഇപ്പോൾ. ലൈക്ക് ഈ പെട്ടെന്ന് ഈ സിനിമ ഞാൻ അതിട്ടേണ്ട ഇത് ഇടാം എന്നുള്ളൊരു മൂടായിരുന്നു. പക്ഷെ ആഫ്റ്റർ സീയിങ് ദ മൂവി മാൻ, ലൈക്ക് ആദ്യത് വേടൻ്റെ കോൺസേർട്ടിന് പോയതും, ഞാൻ വേടൻ്റെ കോൺസേർട്ടിന് പോയിട്ട് മസാല കോഫി, ശങ്ക ട്രൈബ്, വേടനെ കണ്ടു. പക്ഷെ എനിക്ക് ഗബ്രീനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഐ എം ഡൈ ഹാർഡ് ഫാൻ ഓഫ് വേടൻ ആൻഡ് ഗബ്രി. പക്ഷെ എനിക്ക് ഗബ്രീനെ കിട്ടിയില്ല. ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റ് ആയി. കാരണം തൃശ്ശൂർ ടു വണ്ടർല പോണ റോഡ് എൻ്റെ മോനെ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ടിട്ട് ബ്ലോക്കും നീങ്ങാനും പറ്റാണ്ട് പാടുപെട്ട്. അല്ലെങ്കിൽ കണ്ടേനെ, കണ്ടതൊക്കെ അടിപൊളിയായിരുന്നു. ഇനി കാണാൻ പോണത് നിജോ എന്നൊക്കെ പറയണേ. അത് പറഞ്ഞപ്പോഴാ നമ്മളെ മൂവിയിലുണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടും. അതാണ് പറഞ്ഞേ, ദ ഡയറക്ടർ മാൻ, ഹി ഈസ് ദ ഫാൻ ബോയ് ഓഫ് ലാലേട്ടൻ. എപ്പോഴും പറയും, വേറെ ഒന്നുമില്ല. അപ്പൊ വീണ്ടും കൂടുതൽ അങ്ങോട്ട് വലിക്കണില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ എല്ലാവരും കമന്റിൽ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറ. അപ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ്. അതേപോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും സിനിമ റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇഫ് യു ഹാവ് എനി അതർ സജഷൻസ് ഡു ലെറ്റ് മീ നോ. അപ്പോൾ it is Cute Psycho signing off.